ആവേശ പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂരിൽ മിന്നും വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിനാണ് ഷൗക്കത്ത് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് രണ്ടാം സ്ഥാനത്തും PV അൻവർ മൂന്നാം സ്ഥാനത്തുമെത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നാലാമതായി. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞു നിന്ന നിലമ്പൂർ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജിനെ 11,077 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയക്കൊടി പാറിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 77,737 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്ത് സ്വന്തമാക്കിയത്. പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജിനെ നിർത്തിയിട്ടും സ്വന്തം പഞ്ചായത്തിൽ ഉൾപ്പെടെ CPM പിന്നോട്ട് പോയി. 66,667 വോട്ടുകൾ M സ്വരാജ് നേടിയപ്പോൾ CPMന് വേണ്ടി 2 തവണ മണ്ഡലം കൈപ്പിടിയിലൊതുക്കിയ PV അൻവർ 19,760 വോട്ടുകൾ സ്വന്തമാക്കി. അൻവറിന്റെ വോട്ടുകൾ തന്നെയാണ് UDFന്റെ വിജയത്തിൽ നിർണായകമായത്. 8,648 വോട്ടുകളാണ് നാലാമതെത്തിയ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നേടിയത്. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ കരുളായി ഒഴികെ എല്ലായിടത്തും UDF ആണ് മേൽക്കൈ നേടിയത്. വഴിക്കടവ് 1,829, മൂത്തേടം 2,067, എടക്കര 1,170, പോത്തുകൽ 307, ചുങ്കത്തറ 1,287, നിലമ്പൂർ മുനിസിപ്പാലിറ്റി 3,967, അമരമ്പലം 704 എന്നിങ്ങനെയാണ് UDF ലീഡ് നേടിയത്. കരുളായിൽ 118 വോട്ടിന്റെ ലീഡ് LDFും സ്വന്തമാക്കി. CPM ഭരിക്കുന്ന പോത്തുകല്ലും അമരമ്പലവും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും UDFനൊപ്പമാണ് നിലകൊണ്ടത്. UDF ഭരണത്തിലുള്ള കരുളായി LDF സ്വന്തമാക്കിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. 19 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ 9, 16, 18 റൗണ്ടുകളിൽ മാത്രമാണ് സ്വരാജ് ലീഡ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി സഹകരണവും മലപ്പുറം പരാമർശവും ഒക്കെയാണ് നിലമ്പൂരിൽ നിറഞ്ഞു നിന്നത്. സർക്കാർ വിരുദ്ധ വികാരം ഏഷ്യയിലെന്ന് LDF ആവർത്തിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തുകളിലുണ്ടായ പിന്നോട്ടുപോക്ക് സർക്കാരിന്റെ നിലപാടുകൾക്കേറ്റ തിരിച്ചടിയായി തന്നെ കണക്കാക്കണം. അമൃത ന്യൂസ്, നിലമ്പൂർ.